ആ ഒരു പിതാവ് ഉപ്പ പോലീസിനോട് പറയുന്നൊരു വാക്ക് കേട്ട് ഞെട്ടിപ്പോയി. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു. ഹൃദയ ധമനികൾ കൊണ്ടുള്ള മുറിവാണത്ര ആ പെൺകുട്ടിയുടെ മരണകാരണം. ആ മനുഷ്യൻക്ക് ആ ജ്വല്ലറിയിൽ കയറാനുള്ള ഒരു സ്റ്റാറ്റസ് പോലും ആ മനുഷ്യൻക്കില്ല. അയാളുടെ ഉള്ളിൽ ആ ജ്വല്ലറിയിലെ സ്വർണ്ണാഭരണങ്ങൾ നോക്കി നിൽക്കുന്നത് ഏതോ ഒരു റിയാദിലെ വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവ് ഇയാളുടെ ഫോട്ടോസും വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. സ്വന്തം മകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള ആ ഒരു പ്രതി ഉമർ ഫാറൂഖ് പോലീസിൻ്റെ കയ്യിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം കണ്ണീരോടുകൂടി പറഞ്ഞൊരു വാക്കുണ്ട്. അയാളിന്ന് കുറ്റബോധം കൊണ്ട് നീറിനീറിക്കഴിയുക. കാരണം ആ മനുഷ്യൻ്റെ കൈകൊണ്ടാണ് ആ 18 വയസ്സുള്ള +1നോ +2നോ പഠിക്കുന്ന ജുമൈല എന്ന് പേരുള്ള മറിയം ജുമൈല എന്ന് പേരുള്ള ആ പൊന്നുമോള് പിടഞ്ഞു വീണ് മരണപ്പെട്ടത്. ആ മകള് കിടന്ന് പിടയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കഴിയാതെ മരവിച്ച ഈ മനുഷ്യൻ തൊട്ട് അയൽപ്പക്കത്തുള്ള വീട്ടിൽ പോയി നിൽക്കായിരുന്നു. ആ ഒരു പിതാവ് ഉപ്പ പോലീസിനോട് പറയുന്നൊരു വാക്ക് കേട്ട് ഞെട്ടിപ്പോയി. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു. ഹൃദയ ധമനികൾ കൊണ്ടുള്ള മുറിവാണത്ര ആ പെൺകുട്ടിയുടെ മരണകാരണം. ആ കുട്ടിയുടെ നെഞ്ചിലാണ് ആ കത്തി താഴ്ന്നമർന്നത്. ആ കൂടെ മരിച്ച ഷേഖ് അബ്ബ എന്ന് പേരുള്ള ആ പെൺകുട്ടിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് കാലിൻ്റെ തുടക്കേറ്റ മുറിവും ആ രക്തം വാർന്നൊഴുകുകയും പിന്നീട് അറ്റാക്കുമായിരുന്നു മരണകാരണം. അതായത് ഈ ഒരു പെൺകുട്ടിക്ക് കുത്തേറ്റിട്ട് പെടഞ്ഞ് വീഴുന്ന സമയത്ത് ഈ ഒരു പിതാവ് ഇതിൻ്റെ ഷോക്കാണ്. അയാൾ അത്രയും ഭ്രാന്തമായൊരു നിമിഷത്തിലാണ് അയാൾ ആ കാര്യം ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു ഭാര്യയുടെ സഹോദരിയെയും ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനെയും അയാൾക്ക് കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നമ്മുടെയും കുടുംബങ്ങളുള്ള കാരണങ്ങളാണ്. ആ സമയത്ത് ഈ ഒരു കുത്തേറ്റ ഷേഖ് അബ്ബ കാലിൻ്റെ തുടക്കും മറ്റും കുത്തേറ്റ ഷേഖ് അബ്ബ സ്വന്തം ജീവൻ രക്ഷിക്കാതെ ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഓടിയിരുന്നു. അങ്ങനെ രക്തം വാർന്നിട്ടാണ് പിറ്റേ ദിവസം എന്ന് പേരുള്ള ഈ മനുഷ്യൻ മരണപ്പെട്ടത്. ഇപ്പോൾ പോലീസിനോട് കരഞ്ഞുകൊണ്ട് ഈ പ്രതിയായ ഉമർ ഫാറൂഖ് പറയുന്ന വാക്കെന്താണെന്നറിയോ? എനിക്ക് 3 പേരെ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം, അതാണ് എന്നെ ഒരു ഭ്രാന്തനാക്കിയത്. എൻ്റെ മകള് നഷ്ടപ്പെടുമോ, എൻ്റെ സ്വത്ത് നഷ്ടപ്പെടുമോ, എൻ്റെ ഭാര്യ നഷ്ടപ്പെടുമോ? ഞാൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത കാശ് മുഴുവൻ നശിപ്പിച്ച ആള് എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ ഷേഖ് അബ്ബയും ആ സഹോദരിയും ചേർന്നാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് വല്ലാത്ത വിരോധമുണ്ട്. ഞാൻ ചെറുതായിട്ട് ലഹരി ഉപയോഗിച്ചിരുന്നു. അതിനെൻ്റെ ഭാര്യ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ലഹരി ഉപയോഗം നിർത്താനൊക്കെ തീരുമാനിച്ചതാണ്. എൻ്റെ ഭാര്യ ഒടുവിൽ എന്നെ വിട്ടൊഴിയാൻ തീരുമാനിച്ചു, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ നിമിഷം ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ പേരിൽ എനിക്ക് കുടുംബ സ്വത്തായിട്ട് കിട്ടിയ ഒരു 10 സെൻറ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരിലാക്കി കൊടുത്തിരുന്നു. അതെനിക്ക് തിരിച്ചു താ, ഞാൻ എടുത്ത സ്വർണ്ണങ്ങളൊക്കെ തിരിച്ചു തരാം. ഈ ഒരു ചർച്ചയായിരുന്നു ആ കുടുംബത്തിൽ നടന്നിരുന്നത്. പക്ഷേ അത് നല്ലപോലെ ചർച്ച ചെയ്ത് മാറ്റുന്നതിന് പകരം പല കുടുംബങ്ങളും അങ്ങനെയാണ്. ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന കാശിനൊന്നും കണക്കുണ്ടാവില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ വലിയ കണക്കുണ്ടാവും. ഇത് ചില ആളുകളുടെ മനോനില തെറ്റും. സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഈ ക്രൈമിലേക്ക് എത്തിക്കുക. ആ സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ഭർത്താവ് കള്ളുകുടിയനാണെങ്കിൽ നമ്മൾ അയാളെ അടിച്ചും ഇടിച്ചിട്ടും അല്ലെങ്കിൽ അയാളെ അവഗണിച്ചിട്ടും അല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇതുപോലൊരു സ്ത്രീ വന്നു. അവരെ ഭർത്താവ് ഭയങ്കര കള്ളുകുടിയനാണ്, ഭയങ്കര ഹാൻഡ്സ് വെക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, ഭർത്താവ് എന്ന നിലക്കുള്ള കടമകളും കടപ്പാടുകളും ചെയ്യുന്നുണ്ടോ? ഓ ഉണ്ടല്ലോ, ചെലവിന് തരുന്നുണ്ട്, രാത്രിയിലെ വിഷയത്തിലൊന്നും പ്രശ്നങ്ങളില്ല, എല്ലാത്തിലും ഉഷാറാണ്. പക്ഷേ ഭർത്താവ് ഇങ്ങനെ കള്ളു കുടിക്കും, നോമ്പ് നോക്കില്ല, കഞ്ചാവെല്ലാം മാറ്റി ഹാൻഡ്സ് വെക്കും. ഞാൻ പറഞ്ഞു, അത് അയാളൊരു ശീലം. നിങ്ങൾ അതിനെ ചൊല്ലിയിട്ട് ആ മനുഷ്യനോട് സ്നേഹമില്ലായ്മ കാണിക്കേണ്ട, അവഗണന കാണിക്കേണ്ട. നിങ്ങളുടെ സ്നേഹവും മറ്റും കൊടുത്തുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ സ്നേഹത്തിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഒരു പക്ഷേ ഭാവിയിൽ അത് മാറ്റിയേക്കാം. അൽഹംദുലില്ലാ, ഇന്ന് ആ കുടുംബം സന്തോഷമായിട്ട് കഴിയാണ്. പലപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ അങ്ങോട്ട് ബിഹേവ് ചെയ്യുന്ന രീതി, കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈയൊടിഞ്ഞാൽ ആ മനുഷ്യ ലഹരിയിൽ നിന്ന് മാറില്ല ചെയ്യാം, കൂടുതൽ ലഹരിയിലേക്കാവുക ചെയ്യാം. ഇയാൾക്കും ഇതേ സംഭവിച്ചത്. ഇയാള് ഭാര്യ ഒഴിവാക്കാൻ പോവാന്നൊക്കെ കേട്ടതോടുകൂടി കൂടുതൽ ലഹരിക്ക് അഡിക്റ്റായി. സ്നേഹമുള്ളവരൊക്കെ തൻ്റെ വിട്ടൊഴിഞ്ഞു പോകുന്നുള്ളൊരു ധാരണ ഈ മനുഷ്യൻക്ക്. മകള് നഷ്ടപ്പെടുമോ, തൻ്റെ സ്വത്ത് നഷ്ടപ്പെടുമോ,
അതോടൊപ്പം തൻ്റെ ഭാര്യ നഷ്ടപ്പെടുമോ? ഈ ചർച്ചയിൽ വന്നൊരു തീരുമാനം ഈ സ്വത്ത് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാനല്ല, പകരം അത് മകളുടെ പേരിലേക്ക് ബലമായിട്ട് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈഗോ ഹർട്ട് ചെയ്തു. അവിടെ നിന്നാണ് ഇയാൾ നേരത്തെ കരുതിയിരുന്നത്. ഇയാളൊരു കത്തി വാങ്ങി വെച്ച ഒരാളാണ്. ഇങ്ങനെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവനും ആ ഷേഖ് അബ്ബയെ തീർക്കണം, അയാളെ ഭാര്യയെ തീർക്കണം എന്നായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അയാൾ ഷേഖ് അബ്ബയുടെ കാലിൻ്റെ തുടക്ക് കുത്തുന്നത്, തടയാൻ ചെന്ന് അയാളെ ഭാര്യയെ കുത്തുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ആ മകള് ജുമൈല സ്കൂൾ വിട്ട് വരികയാണ് അത്രേ. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി തടയാൻ ചെന്നപ്പോൾ അവളുടെ ഹൃദയത്തിനാണ് കുത്തേറ്റത്. ഒരു കുടുംബം തകരുന്നതിൻ്റെ ഏറ്റവും ദയനീയമായ ചിത്രം. ചില കുടുംബങ്ങളിൽ ചില ആണുങ്ങൾ നോക്കിക്കോ, അവർ ഏറ്റവും ക്രിമിനലുകൾ നമ്മളായ കഥകളെ കേൾക്കുള്ളൂ. അതാവാനുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ കുറേ ആളുകൾ കിടന്ന് പെരുപ്പിച്ച് കാട്ടിയിട്ട് വാശിയും ദുർവാശിയിൽ നിന്നുമാണ് പല ക്രൈമുകളും സംഭവിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ എത്തിയത് എന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്യുക. അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കാം. പിന്നെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, മകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഒരു തെമ്മാടി ക്രൂരത ചെയ്തവനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടോ? ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു നുസ്രുൽ കരീം എന്ന് പേരുള്ള ഒരു പാവം മനുഷ്യൻ റിയാദിൽ, ഇയാളുടെ ജോലി എന്താണെന്ന് പറയുന്നത് റിയാദിലെ തെരുവുകളിൽ അടിച്ചോര്, അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാരനാണ്. ആ നിലങ്ങനെ അടിച്ചോരുന്ന സമയത്ത് റിയാദിലൊരു ജ്വല്ലറി കണ്ടപ്പോൾ അറിയാതെ ഈ മനുഷ്യൻ ജ്വല്ലറിയുടെ ഉള്ളിലുള്ള സ്വർണ്ണങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ മനുഷ്യൻക്ക് ആ ജ്വല്ലറിയിൽ കയറാനുള്ള ഒരു സ്റ്റാറ്റസ് പോലും ആ മനുഷ്യൻക്കില്ല. അയാളുടെ ഉള്ളിൽ ആ ജ്വല്ലറിയിലെ സ്വർണ്ണാഭരണങ്ങൾ നോക്കി നിൽക്കുന്നത് ഏതോ ഒരു റിയാദിലെ വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവ് ഇയാളുടെ ഫോട്ടോസും വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്ത് പറഞ്ഞ് പരിഹസിച്ചിട്ട്, എടാ നിനക്കൊന്നും ഇതിനുള്ളിലേക്ക് കയറാനുള്ള യോഗ്യതയില്ല, നീയൊക്കെ വെറും കറുകറുത്ത് കാണാൻ ഭംഗിയില്ലാത്ത ഒന്നുമല്ലാത്തൊരു മനുഷ്യൻ. ആ പരിഹാസരൂപൻ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട്. നമ്മുടെ മനസ്സിലെ വിചാരവും ചിന്തയും പോലെയല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്തിട്ട് ആളുകൾ വന്നത്. ആ മനുഷ്യൻ ആരാണെന്ന് അന്വേഷിച്ചു. ആ മനുഷ്യൻക്ക് വീട്ടിലേക്ക് അയക്കാനുള്ള സാധനങ്ങൾ, നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിമാന ടിക്കറ്റ്, ഫോണ്, സ്മാർട്ട് ഫോൺ, വാച്ച്, ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾ മുഴുവനും ഇയാൾക്ക് സമ്മാനിക്കുകയാണ്. ഒരൊറ്റ കാരണം, പരിഹാസ രൂപേണ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു കഥ ഉണ്ടല്ലോ റബ്ബേ, നമ്മൾ വിചാരിക്കണത് പോലെയല്ല. സ്വത്തും മക്കളും നഷ്ടപ്പെടുന്ന കരുതി ഒരാൾക്ക് ഇപ്പം എല്ലാം പോയില്ലേ. ഇവിടെ ഈ നുസ്രുൽ കരീമിനൊക്കെ ഇങ്ങോട്ട് കിട്ടുക ചെയ്തത്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ? ഒരു പണക്കാരൻ വന്നു. ആ പണക്കാരൻ ഈ മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ ഒരു സ്വർണ്ണാഭരണശാലയിലേക്ക് നോക്കിയിരുന്നത്? എൻ്റെ മകൻ്റെ വിവാഹമാണ്, എനിക്ക് സമ്മാനമായിട്ട് എൻ്റെ ശമ്പളത്തിൻ്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് കിട്ടിയ തുകയല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല. ആ സ്വർണ്ണാഭരണം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിന്ന് പോയി, അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇയാൾ നോക്കി ആഗ്രഹിച്ച ആ സ്വർണ്ണാഭരണം വാങ്ങിച്ചു കൊടുക്കാൻ ലക്ഷങ്ങൾ കൊടുത്തിട്ട്. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി? ഞാനിതാ ഈ റിയാദിലെ തെരുവിലെ ചവറുകൾ വാരിയിടുന്ന ഒരു മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യലുണ്ട്, ഞാനുള്ള ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്, പടച്ച റബ്ബിന് ഞാൻ നന്ദി പറയാറുണ്ട്. പിന്നെ ഇവിടെയുള്ള പൂച്ചകൾക്ക് ഞാൻ മുടങ്ങാതെ ഭക്ഷണം കൊടുക്കാറുണ്ട്. ആ പൂച്ചകളോട് തോന്നിയൊരു കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യമായിരിക്കാം നുസ്രുൽ കരീം എന്ന ബംഗ്ലാദേശുകാരൻക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത്. ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിയ കഥയല്ല, ഇത് വിദേശ മാധ്യമങ്ങൾ വന്നൊരു വാർത്തയാണ്. ആ പൂച്ചയോട് തോന്നിയൊരു കാരുണ്യം. നമുക്ക് ഈ കാരുണ്യം ഇല്ല, നമ്മളൊക്കെ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇവിടെ നുസ്രുൽ കരീം ഒരു കാരുണ്യത്തിൻ്റെ, പൂച്ചയോട് കാണിച്ച കാരുണ്യത്തിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണെന്ന് പറയും ഞാൻ ആ സ്വർണ്ണാഭരണങ്ങൾ. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി നുസ്രുൽ കരീം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയി മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും മകൻ്റെ വിവാഹ സമ്മാനങ്ങൾ നൽകാനും. ഇവിടെ സ്വന്തം മകൾ നഷ്ടപ്പെടുമോ, സ്വത്ത് നഷ്ടപ്പെടുമോ, ഭാര്യ നഷ്ടപ്പെടുമോ എന്നോർത്ത് കരഞ്ഞൊരു മനുഷ്യൻ അവിവേകം കൊണ്ട് ഭ്രാന്തനായൊരവസ്ഥയിൽ സ്വന്തം മകളെ ഇല്ലാതാക്കി, ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനെ ഇല്ലാതാക്കി. അവൻ ലോകത്തെ മുഴുവനും മനുഷ്യരെ കൊന്നതിന് തുല്യല്ലേ? ഒരാളെ വെറുതെ കൊന്നാൽ ഈ മനുഷ്യരെ മുഴുവൻ കൊന്നതുപോലെയാണെന്നാ. ഒരു ക്രൈം എങ്ങനെ ഉണ്ടായി, ആ ക്രൈമിലേക്ക് അയാളുടെ സാഹചര്യങ്ങൾ എന്താണ്, അയാൾ എന്തുകൊണ്ടാണ് ക്രിമിനലായത്, ഇതിൻ്റെ സാഹചര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലവരെന്ന് കരുതി തൊട്ടപ്പുറത്തിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാത്ത ആളുകളായിരിക്കും ഒരു 70% അയാളെ ക്രിമിനൽ ആക്കിയിട്ടുണ്ടാവുക എന്ന യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സമസ്തയുടെ സമ്മേളനം കാസർഗോഡ് കുനിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ കാസർഗോഡ് കുനിയ എന്ന് പേരുള്ള ഒരു നാട് തന്നെ അറിയുന്നത് ഈ സമ്മേളനം വന്നപ്പോഴാണ്. നമ്മൾ ഈ കൂരിയാട് സമ്മേളനം എന്ന് പറഞ്ഞ് കൂരിയാട് നമ്മൾ അറിഞ്ഞത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനം വന്നപ്പോഴാണ്. എന്ന പോലെ കാസർഗോഡിൻ്റെ ഐക്കണായിട്ട് മാറിയേക്കാണ് കുനിയ.
അപ്പോൾ ഇന്നലെ അവിടെ ഒരു മതപണ്ഡിതൻ്റെ പ്രസംഗമുണ്ടായിരുന്നു. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു സഖാവാൻ കഴിയില്ല എന്നൊരു പ്രസംഗം നടത്തിയിരുന്നു. ഏത് മതപണ്ഡിതനാണ് ആ പ്രസംഗം നടത്തിയത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഞാനൊരു 3 ഉസ്താദുമാരെ പേര് ഞാൻ പറയാം. 1 ജിഫ്രി തങ്ങൾ, 2 മുക്കം ഉമർ ഫൈസി, 3 ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയാട്. ഇതിലാരാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഈ ഒരു വാക്ക്, ഇങ്ങനെ ഒരു വാചകം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്? ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.